ഹായ് ഓൾ, ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡിലേക്ക് വന്നാൽ ബിന്നിയുടെ ക്യാപ്റ്റൻസിയെ പറ്റിയാണ് ലാലേട്ടൻ ആദ്യ അഭിപ്രായം ചോദിച്ചത്. അനീഷിനായിരുന്നു ബിന്നിയുടെ ക്യാപ്റ്റൻസിയോട് ഏറ്റവും കൂടുതൽ വിയോജിപ്പ്. അതിനൊപ്പം തന്നെ അനീഷിൻ്റെ ഈ സ്റ്റോർ റൂമിലേക്കുള്ള ഓടിപ്പോക്കും ചർച്ച ചെയ്യപ്പെട്ടു. അനീഷാണെങ്കിലോ ആ ഒരു സ്ഥാനത്ത് നിന്ന് പിടിവിടുന്നുമില്ല. ഷാനവാസ് വഴക്കിനിടെ വീട്ടുകാരെ വിളിക്കുന്നതിനെ പറ്റി ലാലേട്ടൻ ചോദിച്ചു. ഇനി മുതൽ അപ്പൂപ്പനെ അമ്മൂമ്മനെയൊക്കെ വിളിക്കാനാണ് ലാലേട്ടൻ പറഞ്ഞു കൊടുത്തത്. പക്ഷേ ഷാനവാസ് അവിടെ ഒരു സോറി പറയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ലാലേട്ടൻ ഇത് ചോദിച്ചപ്പോൾ തന്നെ സോറിയും പറഞ്ഞു, ഇനി ഇത് ആവർത്തിക്കില്ലെന്നും പറഞ്ഞു. ഇതൊക്കെ നമ്മൾ എത്രയോ വട്ടം കേട്ടിരിക്കുന്നു അല്ലേ. ഇത്തവണ 3 ലേഡീസ് ആയിരുന്നു ക്യാപ്റ്റൻസി ടാസ്കിൽ വന്നത്. ലക്ഷ്മി, ജിസേല, ആദില. ഇതിനെപ്പറ്റി ലാലേട്ടൻ ചോദിച്ചപ്പോൾ ഇതൊരു ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായിട്ടാണ് ഇവരെ തെരഞ്ഞെടുത്തതെന്നാണ് അനീഷ് പറഞ്ഞത്. പിന്നെ ഒരു കാര്യം, സ്ത്രീകൾ ക്യാപ്റ്റനായാൽ അവരെ പറഞ്ഞ് തളർത്താൻ ശ്രമിക്കാറുണ്ടല്ലേ എന്ന് ലാലേട്ടൻ ചോദിച്ചപ്പോൾ ഈ സാബുമാൻ പറഞ്ഞു അക്ബർ അങ്ങനെ ചെയ്യാറുണ്ടെന്ന്. ആകെ ഒരു പ്രാവശ്യമാണ് ലേഡി ക്യാപ്റ്റൻ വന്നിട്ടുള്ളൂ. സാബുമാൻ ചോദ്യം മനസ്സിലാവാഞ്ഞിട്ടാണോ അല്ലയോ അക്ബറിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അക്ബർ ഏതായാലും അങ്ങനെ ഒരു ക്യാപ്റ്റനെ പറഞ്ഞ് തളർത്താനൊന്നും ഇതുവരെ നോക്കിയിട്ടില്ല. ലക്ഷ്മി സാബുമാൻ പറഞ്ഞതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരം സപ്രസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു. ദെൻ ക്യാപ്റ്റൻസി ടാസ്ക് നടത്തി. ടാസ്കിൽ വിജയിച്ച ആദില അടുത്ത ആഴ്ചത്തെ ബിഗ് ബോസ് ഹൗസിന്റെ ക്യാപ്റ്റനായി മാറി. അതും എല്ലാവരെയും കൊട്ടാൻ ഭാഗത്തിനുള്ള ഒരു ക്യാപ്റ്റനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ജയിൽ നോമിനേഷനെ പറ്റിയും ജയിലിൽ നടന്ന വഴക്കിനെ പറ്റിയും ലാലേട്ടൻ ചോദിച്ചു. എൻ്റെ പൊന്നോ, ഷാനവാസിന്റെ എക്സ്പ്ലനേഷൻ, അതുവഴി കേട്ടു വന്ന ലക്ഷ്മിയുടെ എക്സ്പ്ലനേഷൻ, ബിന്നിയുടെ എക്സ്പ്ലനേഷൻ. ബിന്നി ഒരു നല്ല ക്യാപ്റ്റനാണെന്ന് പറയണം, ഷാനവാസിന് മൂത്രം ഒഴിക്കാൻ പോകണം, അരച്ചു വെച്ച മാവ് ദേഹത്തേക്ക് തെറിപ്പിക്കുന്നു, എടി പൊടിയെന്ന് വിളിക്കുന്നു, വീട്ടിലുള്ളവരെ വിളിക്കുന്നു, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് നീണ്ടു പോയി. ലാലേട്ടൻ ഇതിനൊക്കെ എന്നാ പറയാനാ. സോ പതിവ് പോലെ ലാലേട്ടൻ പറഞ്ഞു, ഇതൊരു ഗെയിമാണ്, നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞ് ലാലേട്ടൻ അങ്ങ് പോയി. ഇതിലും കൂടുതലായിട്ട് ലാലേട്ടൻ ഇനി എന്തു പറയാനാ, എത്രയോ വട്ടം പറഞ്ഞിരിക്കുന്നു അല്ലേ. അതിനുശേഷം എവിക്ഷൻ ആയിരുന്നു. സേവ് ആകാതെ ബാക്കി ഉണ്ടായിരുന്ന നോമിനേറ്റഡ് ആയിട്ടുള്ളവരെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിളിപ്പിച്ചു. അവിടെ വെച്ച് ഓരോരുത്തരായി സേവായി. ലാസ്റ്റ് ആദിലയും ജിസേലും വന്നു. ഇവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ആരാണെന്ന് ബിഗ് ബോസ് ചോദിച്ചു. ജിസേൽ ആര്യൻ്റെ പേര് പറഞ്ഞു, ആദില പറഞ്ഞത് അനുമോളുടെ പേരാണ്. ഇവർ തിരഞ്ഞെടുത്ത ഈ സുഹൃത്തുക്കൾക്ക് ആക്ടിവിറ്റി ഏരിയയിൽ വന്ന് ഇവരോട് സംസാരിക്കാൻ അവസരം ലഭിച്ചു. അനുമോളും ആര്യനും പോയതിനു ശേഷം ബ്ലൈൻഡ് ഫോൾഡ് ധരിച്ചിരുന്ന ഇവരെ ബിഗ് ബോസിന്റെ ആളുകൾ വന്ന് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം ആദില പ്രധാന വാതിലിലൂടെ ബിഗ് ബോസ് ഹൗസിന്റെ അകത്തേക്ക് വന്നു. ജിസേല് പുറത്തേക്ക് ലാലേട്ടന്റെ അടുത്തേക്കും പോയി. അങ്ങനെ ഈ ആഴ്ചത്തെ 2ാമത്തെ എവിക്ഷന്റെ ഭാഗമായിട്ട് അകത്തുള്ളവരെയും പുറത്തുള്ളവരെയൊക്കെ കണ്ണുകൾ നിറച്ചുകൊണ്ട് ജിസേൽ ഹൗസിൽ നിന്ന് പടിയിറങ്ങി. കറക്റ്റ് സമയത്ത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ജിസേൽ ഔട്ടായി. കുറച്ച് ദിവസങ്ങളായിട്ട് ഗെയിമിലും ടാസ്കിലും ഒക്കെ ജിസേൽ ഡൗൺ ആണ്. കൂടുതൽ താഴത്തേക്ക് പോകുന്നതിന് മുമ്പ് ഒരുപാട് വെറുപ്പിക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന വലിയ കാര്യം. കൂടാതെ ഇതിന് തൊട്ടു മുമ്പ് ഇറങ്ങിയവരുടെ പോലെ ഞാൻ വലിയ സംഭവമാണെന്ന് പറഞ്ഞു നടക്കേണ്ട ഗതികേട് ഏതായാലും ജിസേലിന് വരില്ല. എന്ന് മാത്രമല്ല ഒരുപാട് പേർക്ക് ജിസേലിന് ഇഷ്ടമാണ്. എനിവേ, ഈ വീക്കെൻഡിലെ എവിക്ഷനുകളും വരുന്ന ആഴ്ചയിലെ എൻഡൂറൻസ് ടാസ്കുകളും ഹൗസിലുള്ളവരുടെ ഗെയിമിനെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക്